Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. എല്ലാരും ഹോംവർക്ക് ഒക്കെ ചെയ്ത് അയച്ചോ? കംപ്ലീറ്റ് ചാപ്റ്റർ 8 വരെ അയച്ചിട്ടുണ്ട്. അയച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തേലും എടുത്തത്? ജസ്റ്റ് ഒന്ന് പറയാന്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? അതായത് നമ്മള് അതിന്റെ മുന്നത്തെ ക്ലാസ്സില് ഹാദ റജുലിന് പറഞ്ഞാല് ഇതൊരു പുരുഷനാകുന്നു എന്നാണ്. പക്ഷെ ഹാദ അർ റജുലു പറഞ്ഞാലോ ഈ പുരുഷൻ ഹാദ അർ റജുലു ഈ പുരുഷൻ ദിസ് മാൻ. അപ്പൊ വ്യത്യാസം മനസ്സിലായി. അപ്പൊ ഈ ഹാദ അർ റജുലു എന്ന് പറഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ വാക്യം എന്താണ്? രണ്ടാമത്തതാണ് ഇൻഫോർമേഷൻ. അത് എന്തല്ല, ഒരു വിശേഷണമല്ല നമ്മൾ പഠിച്ചത്. അതിന് നമുക്ക് കണ്ടാൽ ഒരു വിശേഷണമായിട്ട് തോന്നെങ്കിലും അത് വിശേഷണമല്ല. അത് ഫസ്റ്റത്തെ വാക്യത്തിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത്, രണ്ടാമത്തെ വാക്ക്. അപ്പൊ അതിന് അറബിയിൽ ഖബർ എന്ന് പറയും. അപ്പൊ ഒന്നാമത്തെ ഈ സെന്റൻസിന് ബിഗിനിങ്, അതായത് എന്താണ് നമ്മൾ സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് എന്ത്, ആ രണ്ടാമതുള്ളത് താജിറുൻ എന്നത്. ഹാദർ റജുലു താജിറുൻ. ഇതെന്താ, ഈ പുരുഷൻ ഒരു കച്ചവടക്കാരനാകുന്നു. അപ്പൊ ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇത് ഓർമ്മയില്ലേ? അപ്പൊ ഇവിടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ നമ്മൾ 9ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ് കണ്ടാൽ നമുക്ക് വിശേഷണമായിട്ട് തോന്നും, പക്ഷെ അതെന്തല്ല, വിശേഷണമല്ല. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വാക്യത്തിന്റെ ഒരു വിശേഷണം, അതായത് വിശേഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതിന് അറബിയില് വിശേഷണത്തിന് നഅത്ത് എന്നാണ് പറയാം. അറബിയില് നഅത്ത് എന്ന് പറയും വിശേഷണത്തിന്. അപ്പം ഇവിടെ ഒന്നാമത്തെ നാമത്തിനെ പറ്റിയിട്ടാണ്, അതായത് ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷണമായിരിക്കും രണ്ടാമത്തെ നാമം. രണ്ടാമത്തത് മനസ്സിലായോ? അതായത് ആദ്യം പറയുന്ന നാമം അതിന്റെ വിശേഷണമാണ് എന്ത്, രണ്ടാമത്തെ നാമം. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേറെ 4 കാര്യങ്ങൾ ഓർത്തു വെക്കണം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിലുള്ളത് ഓർത്തിട്ട് ഇവിടെ പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ഒന്നാമത്തതിന്റെ ഇൻഫോർമേഷൻ ആണ് രണ്ടാമത്തത്. അത് നമുക്ക് കണ്ടാലും ഒരു വിശേഷണമായിട്ട് തോന്നിയെങ്കിൽ അത് വിശേഷണമല്ല, അത് ഒന്നാമത്തേന്റെ വിശേഷണമാണ് എന്ത്, അല്ല ഒന്നാമത്തേന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത്, രണ്ടാമത്തത്. മാറിപ്പോയതാട്ടോ പറഞ്ഞത്. ഒന്നാമത്തേന്റെ ഇൻഫോർമേഷൻ ആണ് രണ്ടാമത്തത് ഖബർ. പക്ഷെ ഇവിടെ പഠിക്കാൻ പോകുന്നത് വിശേഷനാണ്. അതായത് ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷനാണ് എന്ത്, രണ്ടാമത്തെ നാമം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷണം പറയുമ്പോൾ ഒന്നാമത്തിന്റെ നാമത്തിന്റെ വിശേഷനാണ് എന്ത്, ഫസ്റ്റ് പറയുന്നതിന്റെ നാമത്തിന്റെ വിശേഷനാണ് എന്ത്, രണ്ടാമത്തെ നാമം. അല്ലാതെ രണ്ടാമത്തിന്റെ നാമത്തിന്റെ വിശേഷണമല്ല എന്ത്, ഒന്നാമത്തെ നാമം. അത് നിങ്ങൾക്ക് ക്ലാസ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇനി നമുക്ക് ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അത് വിശേഷണമാണെങ്കിലും വിശേഷണമല്ല, പക്ഷെ അത് നമുക്ക് വിശേഷണത്തിന് മാതിരി തോന്നുന്നു. അത് ഒരു ഫസ്റ്റിന്റെ ഇൻഫോർമേഷൻ ആണ് തരുന്നത്, പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് എന്തായിട്ട് തോന്നും, വിശേഷണമായിട്ട് തോന്നും. പക്ഷെ അതെന്തല്ല, വിശേഷണമല്ല. പക്ഷെ ഇവിടെ പറഞ്ഞ ഒന്നാമത്തിന്റെ നാമത്തിന്റെ വിശേഷനാണ് രണ്ടാമത്തേത്. അപ്പൊ ഒന്നാമത്തിന്റെ നാമത്തിന്റെ വിശേഷനാണ് രണ്ടാമത്തെ നാമം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം അങ്ങനെ വിശേഷനാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണം. അതായത് ഒന്നാമത്തിന്റെ നാമത്തിന്റെ വിശേഷനാണ് രണ്ടാമത്തിന്റെ നാമമെങ്കിൽ, നാമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ മനസ്സിൽ ഓർമ്മ വേണം. ആ 4 കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. 1 നമ്പർ, അതായത്
ഒന്നാമത്തെ നാമോ രണ്ടാമത്തെ നാമോ നമ്പറിൽ യോജിക്കുക. അതായത് നമ്പർ പറഞ്ഞ 1, 2, 3 ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഏകവചനം പറഞ്ഞാൽ 1, ദ്വിവചനം പറഞ്ഞാൽ 2, മുസന്നക്ക് പറയും. ബഹുവചനം പറഞ്ഞാൽ കുറേ എണ്ണം. അപ്പൊ ഇതില് ഏതെങ്കിലും യോജിക്കണം. അതായത് ഒന്നാമത്തെ നാമോ രണ്ടാമത്തെ നാമോ എന്ത് ചെയ്യണം? നമ്പറിൽ യോജിക്കണം. രണ്ടാമത്തത് എന്താണ്? ജെൻഡർ. ജെൻഡർ പറഞ്ഞാല് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നോക്കണം. ഒന്നാമത്തെ നാമം സ്ത്രീലിംഗമാണെങ്കിൽ രണ്ടാമത്തെ നാമം സ്ത്രീലിംഗമാണ്. അതായത് വിശേഷണം സ്ത്രീലിംഗമാണ്. ഇനി ഒന്നാമത്തെ നാമം പുല്ലിംഗമാണെങ്കിൽ അതിന്റെ വിശേഷണം എന്തായിട്ട് വരണം? പുല്ലിംഗമായിട്ട് വരണം. പിന്നെ മൂന്നാമത്തെ കാര്യം ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. ഡെഫിനിറ്റ് പറഞ്ഞാൽ എന്താണ്? അല്ല് ഉള്ളത്. അതായത് നാമത്തിന്റെ കൂടെ അല്ലുള്ളത്. ഇൻഡെഫിനിറ്റ് പറഞ്ഞാൽ അല്ലില്ലാത്തത്. അതായത് ഡെഫിനിറ്റ് പറഞ്ഞ ഒരു സ്പെസിഫൈ, നമ്മളൊരു കാര്യത്തെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതിന്. മറ്റേത് ഇൻഡെഫിനിറ്റ് പറഞ്ഞ സ്പെസിഫൈ അല്ല, അവിടെ ഏതോ കാര്യത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡെഫിനിറ്റ് അതായത് ഒന്നാമത്തെ നാമത്തിന്റെ കൂടെ അല്ലുണ്ടെങ്കിൽ രണ്ടാമത്തിന്റെ നാമത്തിന്റെ കൂടെ അല്ല് വേണം. ഇനി ഒന്നാമത്തിന്റെ നാമത്തിന്റെ കൂടെ അല്ലില്ലെങ്കിൽ അതിന്റെ വിശേഷണത്തിന്റെ കൂടെ എന്തുണ്ടാവാൻ പറ്റൂല? അല്ലുണ്ടാവാൻ പറ്റൂല. പിന്നെന്താണ് നാലാമത്തെ കാര്യം? നൗൺ എൻഡിങ്. അതായത് നാമത്തിന്റെ അവസാനം. അതായത് ഒന്നാമത്തിന്റെ നാമത്തിന്റെ അവസാനം എന്താണോ അതെന്നെ ആയിരിക്കണം അതിന്റെ വിശേഷണത്തിന്റെ അവസാനം, രണ്ടാമത്തെ നാമത്തിന്റെ അവസാനം. മനസ്സിലായോ? അതായത് നമുക്കൊരു ഒരു നാമത്തിന്റെ വിശേഷണമാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ നാമത്തിനോട് രണ്ടാമത്തെ നാമം യോജിച്ച് വരണം. അതായത് ഒന്നാമത്തെ നാമത്തിനോടല്ലേ രണ്ടാമത്തെ നാമം വിശേഷിപ്പിക്കുന്നത്. ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷണമാണ് എന്ത്? രണ്ടാമത്തെ നാമം. അല്ലാതെ രണ്ടാമത്തെ നാമത്തിന്റെ വിശേഷണമല്ല ഒന്നാമത്തെ നാമം. ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷണമാണ് എന്ത്? രണ്ടാമത്തെ നാമം. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 4 കാര്യത്തിൽ എന്താണ് യോജിക്കുന്നത്? അതാണ് പറഞ്ഞത്. നമ്പറിൽ യോജിക്കുന്നത്. നമ്പർ പറഞ്ഞാൽ മുഫ്രദ്, മുസന്ന, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പൊ ഒന്നാമത്തെ നാമം മുഫ്രദാണ്, ഏകവചനമാണെങ്കിൽ അതിന്റെ വിശേഷണം രണ്ടാമത്തെ നാമം എന്ത് ചെയ്യണം? ഏകവചനമായിരിക്കണം. ഇനി ഒന്നാമത്തെ നാമം ദ്വിവചനം ആണെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കണില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഏകവചനം മാത്രമേ പറയണുള്ളൂ. അപ്പൊ പറയുന്നതിന്റെ കൂടെ പറയാണ്. അപ്പൊ ഒന്നാമത്തെ നാമം ദ്വിവചനമാണെങ്കിൽ രണ്ടാമത്തെ നാമം എന്തായിരിക്കണം? ദ്വിവചനമായിരിക്കണം. ഒന്നാമത്തെ നാമം ബഹുവചനമാണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ നാമം എന്തായിരിക്കണം? ബഹുവചനമായിരിക്കണം. അപ്പൊ ഒന്ന് നമ്പറിൽ യോജിക്കണം. 2 ജെൻഡർ, മസ്കുലിനും ഫെമിനിനും. ഒന്നാമത്തെ നാമം സ്ത്രീലിംഗമാണെങ്കിൽ അതിന്റെ വിശേഷണം എന്തായിരിക്കണം? സ്ത്രീലിംഗമായിരിക്കണം. ഒന്നാമത്തെ നാമം പുല്ലിംഗമാണെങ്കിൽ അതിന്റെ വിശേഷണം എന്തായിരിക്കണം? പുല്ലിംഗമായിരിക്കണം. അതായത് ഒന്നാമത്തെ നാമം സ്ത്രീലിംഗമാണെങ്കിൽ അതിന്റെ വിശേഷണം എന്തായിരിക്കും? സ്ത്രീലിംഗമായിരിക്കണം. ഒന്നാമത്തെ നാമം പുല്ലിംഗമാണെങ്കിൽ അതിന്റെ വിശേഷണം എന്തായിരിക്കണം? പുല്ലിംഗമായിരിക്കണം. രണ്ടാമത് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വിചാരിച്ചിട്ടാട്ടെ പിന്നെ പറയുന്നത്. രണ്ടാമത്തത് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. അതായത് ഒന്നാമത് നാമത്തിന് അല്ലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ വിശേഷണത്തിനും എന്തുണ്ടായിരിക്കണം? അല്ലുണ്ടായിരിക്കണം. ഇനി ഒന്നാമത്തെ നാമത്തിന് അല്ലില്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ നാമത്തിന് എന്തുണ്ടാവാൻ പറ്റൂല? അല്ലുണ്ടാവാൻ പറ്റൂല. അപ്പൊ ഒന്നാമത്തെ നാമത്തിന് അല്ലുണ്ടെങ്കിൽ അതിന്റെ വിശേഷണത്തിനും അല്ലുണ്ടായിരിക്കണം. ഇനി ഒന്നാമത്തെ നാമത്തിന് അല്ല് ഇല്ലെങ്കിൽ അതിന്റെ രണ്ടാമത്തെ നാമത്തിനും അല്ലുണ്ടാവാൻ പറ്റൂല. നാലാമത്തത് ഒരു നാമത്തിന്റെ അവസാനം. ഇപ്പൊ ഒന്നാമത്തെ നാമത്തിന് ലൊമ്മിന്റെ തെൻവീനാണെങ്കിൽ അതിന്റെ വിശേഷണത്തിന് എന്തായിരിക്കണം? തെൻവീനുള്ള ലൊമ്മായിരിക്കണം. ഇനി ഒന്നാമത്തെ നാമത്തിന് ഫത്തഹുള്ള തെൻവീനാണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ നാമത്തിന് അഥവാ വിശേഷണത്തിന് എന്തായിരിക്കണം? ഫത്തഹ് തെൻവീനായിരിക്കണം. ഇനി ഒന്നാമത്തെ നാമത്തിന് കസറാണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ നാമത്തിന് എന്തായിരിക്കണം? കസറായിരിക്കണം. ഓക്കെ. തെൻവീനുള്ള ഫത്തഹ്, കസറോ, ലൊമ്മ ഒക്കെ പറഞ്ഞത് എന്താണ്? ഇവിടെ അത് ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ ആട്ടോ. ഡെഫിനിറ്റ് ആണെങ്കിൽ അവിടെ തെൻവീന് പറ്റൂല. അത് പറഞ്ഞപ്പോ മാറിപ്പോയത്, അത് ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ ഡെഫിനിറ്റിന്റെ കൂടെ തെൻവീനെ വരില്ല എന്നുള്ളത് ഓർക്കണേ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു പോയതാണ്. ഇവിടെ ആ തെൻവീനുള്ള ഫത്തഹ്, തെൻവീനുള്ള ലൊമ്മ പറഞ്ഞത് ആ നാമം ഇൻഡെഫിനിറ്റ് ആണെങ്കിലാണ്. ഡെഫിനിറ്റ് ആണെങ്കിൽ അതായത് ഒന്നാമത്തെ നാമം ഡെഫിനിറ്റ് ആണെങ്കിൽ അതിന് എന്താണ് ആ നൗണിന്റെ അന്ത്യം? ലൊമ്മ ആണെങ്കിൽ ലൊമ്മ വിശേഷണത്തിൽ വരണം. ഫത്തഹ് ആണ് ഫത്തഹ് അതിന്റെ വിശേഷണത്തിന് വരണം. ഓക്കെ. ഈ 4 കാര്യം എന്ത് ചെയ്യണം? അതായത് ഇതിൽ ഏതെങ്കിലും ഒന്നുമല്ല. ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം? യോജിച്ച് വരണം. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒന്നാമത്തിന്റെ നാമത്തിന്റെ വിശേഷണമാണ് രണ്ടാമത്തിന്റെ നാമം എന്ന് നമുക്ക് മനസ്സിലാക്കാം.
അതായത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 4 എണ്ണത്തിൽ ഒന്നല്ല, ഈ 4 എണ്ണം യോജിച്ച് വരണം. ഈ 4 എണ്ണം യോജിച്ച് വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ത് ഒന്നാമത്തിന് നാമത്തിന്റെ വിശേഷണമാണ് എന്ത് രണ്ടാമത്തിന് നാമമെന്ന്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം, അത് ഇത് വലിയ കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് വിശേഷണമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 4 കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാം. നമ്പറിൽ യോജിച്ച് വരണം, ജെൻഡറിൽ യോജിച്ച് വരണം, ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ അതിൽ യോജിച്ച് വരണം, പിന്നെ നൗൺ എൻഡിങ് അതായത് നാമത്തിന്റെ അന്ത്യം എന്താണോ അടയാളം അതെന്താണ് അതിൽ യോജിച്ച് വരണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എന്ത് ചെയ്യണം, മനസ്സിലാവണം ഇതിന്റെ വിശേഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാവണം. അതായത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാല് ഒന്നാമത്തെ നാമവും രണ്ടാമത്തെ നാമം ഒരുപോലെ ആയിരിക്കണം. അതായത് ഒന്നാമത്തെ നാമം എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം എന്ത് അതിന്റെ വിശേഷണം രണ്ടാമത്തെ നാമം. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്ത് ഇത് ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷണമാണ് രണ്ടാമത്തെ നാമം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കണേ. മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇവിടെ നോക്കി, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഹാദർ റജുലു എന്താണ്, ഈ പുരുഷൻ എന്താണ് താജിറുൻ. അപ്പൊ ഒന്നാമത്തെ വാക്യത്തിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത് രണ്ടാമത്തത്, ഹാദർ റജുലു താജിറുൻ അല്ലേ? പിന്നെ നമ്മൾ ഇവിടുത്തെ ഉദാഹരണത്തിൽ നമ്മൾ ചില ഉദാഹരണങ്ങൾ ഇപ്പൊ പറഞ്ഞ് അത് ചില അത് മോള് സംസാരിച്ചതാ, പറയ്. ഒന്ന് മ്യൂട്ടാക്കി വെക്കണേ. അപ്പൊ ഞാൻ പറയണ കേൾക്കൂലല്ലോ. അതല്ല, ആരാണ് സംസാരിക്കുന്നത്? ഓരോടും എന്നോട് ഡൗട്ട് ചോദിക്കണവരല്ല, ചോദിക്കാത്തവര് മ്യൂട്ടാക്കി വെക്കാനാ പറഞ്ഞത്. അതായത് ഹാദർ റജുലു താജിർ, ഈ പുരുഷൻ എന്താണ് ഒരു കച്ചവടക്കാരൻ. അപ്പൊ നമുക്ക് ചില ഉദാഹരണങ്ങൾ കണ്ടാൽ, അതായത് ഒന്നാമത്തിന്റെ നാമത്തിന് ഇൻഫോർമേഷൻ ആണ് എന്ത് രണ്ടാമത്തെ നാമം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പക്ഷെ നമുക്ക് ചിലത് കാണുമ്പോൾ ഒന്നാമത്തെ നാമത്തിന്റെ ഇൻഫോർമേഷൻ ആണ് രണ്ടാമത്തെ നാമം പറയുമ്പോൾ നമുക്ക് ചിലത് എന്ത് ചെയ്യും, അത് വിശേഷണമായിട്ട് തോന്നും. ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷണമാണ് രണ്ടാമത്തെ നാമമായിട്ട് തോന്നും. പക്ഷെ അങ്ങനെ അത് ഒന്നാമത്തെ നാമത്തിന്റെ ഇൻഫോർമേഷൻ ആണ് അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമുക്ക് വിശേഷണ ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു അത് വിശേഷണമായിട്ട് തോന്നും, പക്ഷെ അത് വിശേഷണമല്ല, അത് അതിന്റെ ഇൻഫോർമേഷൻ ആണ്. ഇനി നമുക്ക് വിശേഷണം, അതായത് ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷണമാണ് രണ്ടാമത്തെ നാമം എന്ന് മനസ്സിലാക്കാനുള്ള 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളിവിടെ എന്താ പറയാ, ഇവിടെ ഒരു ഉദാഹരണം ഉണ്ടേനു. ഈ ഉദാഹരണം നോക്കി, ഹാദൽ കിതാബു ജദീദുൻ. അപ്പൊ നമുക്ക് ഈ ബുക്ക് പുതിയതാകുന്നു എന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് തോന്നും, പുതിയതാകുന്നു പറയുമ്പോ നമുക്ക് പെട്ടെന്ന് എന്ത് തോന്നും, ഈ കിതാബിന്റെ വിശേഷണമാണ് ഇത് എന്ന് തോന്നും. പുതിയത് എന്നുള്ള ഈ ജദീദ് എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷെ അതെന്താണ് യഥാർത്ഥത്തില് ഹാദൽ കിതാബ് എന്ന വാക്യത്തിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത് ആ ജദീദ് എന്നുള്ളത്. ഹാദൽ കിതാബ് പറഞ്ഞ ഈ ബുക്കിന് ഇനി എന്തോ ഇൻഫോർമേഷൻ കൂടുതൽ തരാനുണ്ട്, അതിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത് ജദീദ് എന്നുള്ളത്. അപ്പൊ അത് ഇൻഫോർമേഷൻ ആണ്, അത് വിശേഷണമല്ല. അത് നമുക്ക് കണ്ടാൽ അങ്ങനെ തോന്നെങ്കിലും അതെന്തല്ല വിശേഷണമല്ല, അത് ഒന്നാമത്തെ നാമത്തിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത് ഈ ജദീദ് എന്നുള്ളത്. അപ്പൊ ഇനി അത് വിശേഷണമാണെന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാവാ? അപ്പൊ നിങ്ങൾക്ക് ഒരു സാധാരണ ഒരു ഡൗട്ട് തോന്നുന്നതാണ്, അതിന് നമുക്ക് ഒരു ഒന്നാമത്തിന്റെ നാമത്തിന്റെ വിശേഷണമാണ് രണ്ടാമത്തെ നാമം എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ആ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തിൽ യോജിക്കണം? നമ്പറിൽ യോജിക്കണം. പിന്നെ എന്താ വേണം? ജെൻഡറിൽ. ആ സ്ത്രീലിംഗമാണ് പുല്ലിംഗമാണ്. അതായത് ഒന്നാമത്തെ നാമം സ്ത്രീലിംഗമാണെങ്കിൽ രണ്ടാമത്തെ നാമം എന്തായിരിക്കണം? സ്ത്രീലിംഗമായിരിക്കണം. ഒന്നാമത്തെ നാമം പുല്ലിംഗമാണെങ്കിൽ രണ്ടാമത്തെ നാമം പുല്ലിംഗമായിരിക്കണം. മൂന്നാമത്തെ കാര്യം, അത് ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ നോക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഹാദൽ കിതാബു ജദീദുൻ എന്നാണ്. അപ്പൊ ഇത് വിശേഷണമാണെങ്കിൽ ഇതെന്തായിരിക്കണോ? ഇവിടെ അല്ലില്ല, അപ്പൊ ഇവിടെ അല്ല് വരണ്ടേ വിശേഷണമാണെങ്കിൽ. നമ്മൾ പറഞ്ഞേ ഒന്നാമത്തെ നാമത്തിന് വിശേഷണമാണ് രണ്ടാമത്തെ നാമെങ്കിൽ ഒന്നാമത്തെ നാമത്തിന് അല്ലുണ്ടെങ്കിൽ എന്തായിരിക്കണം? രണ്ടാമത്തെ നാമത്തിനും അല്ല് വേണം. ഒന്നാമത്തെ നാമത്തിന് അല്ലില്ലെങ്കിൽ എന്തുണ്ടാവരുത്? രണ്ടാമത്തെ നാമത്തിന് അല്ലുണ്ടാവരുത്. അപ്പൊ ഇവിടെ
അൽ കിതാബിന് എന്തുണ്ട്? അല്ലുണ്ട്. ഇതെന്താണ്? ഡെഫിനിറ്റ് ആണ്. പക്ഷെ ഇവിടെ ജദീദിന് അല്ലുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത് വിശേഷണല്ലാണ്. വിശേഷണാണെങ്കിൽ ഇവിടെ ഇത് രണ്ടും യോജിച്ച് വരണം. അല്ലുണ്ട്. അത് വിശേഷണാണെങ്കിൽ എന്ത് വേണം? ഇതിൽ രണ്ടും എന്താണ്? യോജിച്ച് വരണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഇതിന്റെ വിശേഷണല്ല. മ്യൂട്ടായിട്ടോ മിസ്സേ? ആരത്? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അല്ലില്ലെങ്കിൽ മനസ്സിലാവാ എന്ത് ഇതിന്റെ വിശേഷണമല്ല, അത് അതിന്റെ ഇൻഫോർമേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഇനി വായിച്ചാൽ, ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഈ ചാപ്റ്റർ വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷനാണ് രണ്ടാമത്തെ നാമെങ്കിൽ അതിൽ 4 കാര്യത്തിൽ എന്ത് ചെയ്യണം? യോജിച്ചു വരുന്നത്. ആ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് നമ്പറിൽ ഏകവചനമാണോ ബഹുവചനമാണോ ദ്വിവചനമാണോ അതിൽ യോജിച്ചു വരണം. പിന്നെ ജെൻഡർ, പിന്നെ എന്താണ്? ഡെഫിനിറ്റ് ആണ് ഇൻഡെഫിനിറ്റ് ആണ് നോക്കാം. പിന്നെ നൗൺ എൻഡിങ്, ഒരു നാമത്തിന്റെ അവസാനം. ഈ 4 കാര്യങ്ങൾ ഒന്നിച്ച് യോജിച്ചു വരണം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒന്നല്ല യോജിച്ചു വരുന്നത്. ഈ 4 കാര്യം ഒന്നിച്ച് ഒരു ഇതില് 2 നാമത്തിൽ എന്ത് ചെയ്യണം? യോജിച്ചു വരണം. അതായത് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവണം? ഇത് ഒരുപോലെ ആണ്, മാച്ചിങ് ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാവണം. ഇനി ബാക്കി നിങ്ങൾക്ക് ഇത് വായിച്ചാലും മനസ്സിലാവും. മൻ ഹാദർ റജുലു. മൻ ഹാദ പറഞ്ഞാല് മൻ ഹാദർ റജുൽ, ഈ പുരുഷൻ ആരാകുന്നു? അപ്പൊ എന്താ പറയാ? ഹുവ അബ്ബാസുൻ, അവൻ ആരാണ്? അബ്ബാസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇത് ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷനാണ് അബ്ബാസ് എന്നുള്ളത്. അവൻ അബ്ബാസ് ആകുന്നു എന്നാണ്. അപ്പൊ വിശേഷനാണോ? അല്ല. കാരണം എന്താണ്? ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷനാണ് എന്ത്? രണ്ടാമത്തെ നാമം ഹുവ അബ്ബാസുൻ, അവൻ അബ്ബാസ് ആകുന്നു. വിശേഷനാണോ? അതല്ലല്ലോ. അല്ല. ഇതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹബറാണ്. ഒന്നാമത് ഇതിന്റെ ഹബറാണ് എന്ത്? രണ്ടാമത്തത് ഇൻഫോർമേഷൻ ആണ് എന്ത്? അവൻ അബ്ബാസ് ആകുന്നു. ഇനി അടുത്തത് അബ്ബാസുൻ താജിറുൻ. അപ്പൊ ഇതെന്താണ്? ഇൻഫോർമേഷൻ ആണോ അല്ലെങ്കിൽ വിശേഷനാണോ? അതൊന്ന് പറഞ്ഞേരി. ഇൻഫോർമേഷൻ. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് ഇൻഫോർമേഷൻ ആണെന്നുള്ളത്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇൻഫോർമേഷൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അല്ലോ വന്നിട്ടില്ല. എവിടെ അല്ലോ വന്നിട്ടില്ല? രണ്ടാമത്തെ വേർഡാണ്. അപ്പൊ ഇവിടെ അല്ലുണ്ടോ? ഫസ്റ്റത്തെ നാമത്തിന് അല്ലുണ്ടോ? ഇവിടെയോ ഇല്ല, ഇവിടെയോ അല്ലില്ല, ഇവിടെയോ അല്ലില്ല. അപ്പൊ എന്താണ്? അപ്പൊ എന്താണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തെ നാമത്തിന്റെ ഇൻഫോർമേഷൻ ആണിത്. പക്ഷെ എന്താണ്? ഇവിടെ അല്ലില്ല. കാരണം എന്താണ്? അല്ലില്ലാത്തതിന്റെ കാരണം എന്താണ്? എല്ലാ പ്രോപ്പർ നൗൺ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, എല്ലാ പ്രോപ്പർ നൗണും എന്താണ്? ഡെഫിനിറ്റ് ആണ്. അതിന് അല്ലിന്റെ ആവശ്യമില്ല. അതായത് ഇവിടെ അൽ അബ്ബാസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ? അബ്ബാസ് എന്ന് പറഞ്ഞ അബ്ബാസ് എന്നുള്ളത് ഒരാൾ സ്പെസിഫിക് ആയിട്ടുള്ള പേര്. അപ്പൊ എല്ലാ പ്രോപ്പർ നൗണും എന്താണ്? സ്ത്രീകളുടേത് പുരുഷന്മാരും എല്ലാ പ്രോപ്പർ നൗണും എന്താണ്? ഡെഫിനിറ്റ് ആണ്. അതിന് അല്ലിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ എന്താണ്? ഇത് ഡെഫിനിറ്റ് ആണ്. അബ്ബാസ് എന്നുള്ളത് ഡെഫിനിറ്റ് ആണ്. പക്ഷെ ഇവിടെ താജിർ എന്നുള്ളത് എന്താണ്? ഇൻഡെഫിനിറ്റ് ആണ്. ഓക്കെ, താജിർ എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആണ്. അബ്ബാസ് എന്നുള്ളത് എന്താണ്? ഡെഫിനിറ്റ് ആണ്. അപ്പൊ അതെന്താ? യോജിച്ച് വന്നിട്ടില്ല. അപ്പൊ അതെന്താണ്? ഒന്നാമത്തെ നാമത്തിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത്? രണ്ടാമത്തെ നാമം അബ്ബാസുൻ താജിർ. അബ്ബാസ് എന്താണ്? ഒരു കച്ചവടക്കാരനാകുന്നു. ഇനി അടുത്ത അബ്ബാസുൻ താജിറുൻ അനിയുൻ. അപ്പൊ ഇതെന്താ? ഇതിലേതാണ്? ഇവിടെ എന്റെ വിശേഷനാണോ എന്താണ് ഉള്ളത്? നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? അബ്ബാസ് ധനികനായ കച്ചവടക്കാരനാകുന്നു. അബ്ബാസ് താജർ കച്ചവടക്കാരൻ, അനിയ് ധനികനായ റിച്ച്. അപ്പൊ ഇതിൽ ഏതാണ് വിശേഷണം എന്നുള്ളത്? നിങ്ങൾ നോക്ക. സെന്റൻസ് കൃത്യമായി നോക്കാം. ഇവിടെ നമുക്ക് നേരത്തെ മനസ്സിലായത് അബ്ബാസ് എന്നുള്ളതിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത്? താജിർ എന്നുള്ളത്. അപ്പൊ ഈ ഒനിയുൻ എന്താണ്? ഈ താജിർ എന്നുള്ളതിന്റെ വിശേഷനാണ് എന്ത്? ഒനിയു എന്നുള്ളത്. കാരണം എന്താണ്? അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇത് മുഫ്രദാണ്, ഇത് ഏകവചനാണ്, ഇത് ഏകവചനാണ്. പിന്നെന്താണ്? ഇതെന്താണ്? താജിർ എന്നുള്ളത് എന്താണ്? പുല്ലിംഗമാണ്. ഇതും എന്താണ്? പുല്ലിംഗമാണ്. പിന്നെന്താണ്? ഇത് ഇൻഡെഫിനിറ്റ് ആണ്, ഇതും ഇൻഡെഫിനിറ്റ് ആണ്. ഇതിന്റെ അവസാന നൗൺ എൻഡിങ് എന്താണ്? തെൻവീനുള്ള ഗമ്മാണ്. ഒനിയുന് എന്താണ്? തെൻവീനുള്ള ഗം. അപ്പൊ അതെന്താണ്?
താജിർ എന്നുള്ളതിന്റെ വിശേഷണമാണ് എന്ത് അനിയു എന്നുള്ളത്. അപ്പൊ അബ്ബാസുൻ താജിറുൻ അനിയുൻ. അബ്ബാസ് എനിക്കൊന്നും ധനികനായ, കേൾക്കണില്ല ട്ടോ. ആർക്കും കേൾക്കുന്നില്ലേ? കേൾക്കണ്ട്. നിങ്ങൾ റേഞ്ചിലോട്ട് പോയി നിന്ന് നോക്കി. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ താജിർ എന്നുള്ളതിന്റെ വിശേഷണമാണ് എന്ത് അനിയു എന്നുള്ളത്. ഓക്കെ. അടുത്തത് ഹാമിദുൻ മുദർരിസുൻ. ഹാമിദുൻ മുദർരിസുൻ. അപ്പം ഹാമിദ് എന്താണ്? ഹാമിദിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത് മുദർരിസ് എന്നുള്ളത്. ഹാമിദുൻ മുദർരിസുൻ. ഹാമിദ് എന്താണ്? ഹാമിദ് ഈസ് എ ടീച്ചർ. ഹാമിദ് എന്താണ്? ഒരു അധ്യാപകനാകുന്നു. അപ്പൊ എന്താണ്? ഹാമിദിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത് രണ്ടാമത്തത് മുദരിസ് എന്നുള്ളത്. അപ്പൊ മുദരിസ് എന്നുള്ളത് എന്താ? ഒരു ഇൻഫോർമേഷൻ ആണ്. ഹാമിദിനെ നമ്മളെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്ന ഇൻഫോർമേഷൻ ആണ് എന്ത് മുദരിസ് എന്നുള്ളത്. അപ്പൊ അത് വിശേഷണമല്ല. കാരണം ഹാമിദ് ഡെഫിനിറ്റ് ആണ്. ഹാമിദിന് അല്ലിന്റെ ആവശ്യമില്ല. ഇവിടെ എന്താണ്? ഹാമിദ് ഡെഫിനിറ്റ് ആണ്. അടുത്തത് ഹാമിദുൻ മുദർരിസുൻ ജദീദുൻ. ഇത് നല്ലോണം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഹാമിദുൻ മുദർരിസുൻ ജദീദുൻ. അപ്പൊ ഇവിടെ എന്താണ്? ഹാമിദ് എന്താണ്? ഡെഫിനിറ്റ് ആണ്. മുദരിസ് എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആണ്. ഹാമിദുൻ മുദർരിസുൻ ജദീദുൻ. ഹാമിദ് എന്താണ്? ഒരു പുതിയ അധ്യാപകനാകുന്നു. അപ്പം മുദരിസുൻ എന്നതിന്റെ വിശേഷനാണ് എന്ത് ജദീദുൻ എന്നുള്ളത്. കാരണം എന്താണ്? മുദരിസുൻ എന്താണ്? മുഫ്രദാണ്, ഏകവചനാണ്. ജദീദ് എന്നുള്ളത് ഏകവചനമാണ്. പിന്നെ മുദരിസ് എന്നുള്ളത് എന്താണ്? ഒരു മസ്കുലിൻ ആണ്. ജദീദ് എന്നുള്ളത് എന്താണ്? ഒരു മസ്കുലിൻ ആണ്. പിന്നെ മുദരിസ് എന്നുള്ളത് എന്താ? ഇൻഡെഫിനിറ്റ് ആണ്. ജദീദ് എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആണ്. മുദരിസിന്റെ നൗൺ എൻഡിങ് എന്താണ്? അവസാനം ലൊമ്മുള്ള തെൻവീനാണ്. ജദീദ് എന്നുള്ളത് എന്താണ്? തെൻവീനുള്ള ലൊമ്മാണ്. അപ്പൊ എന്താണ്? ഇതും എന്ത് 4 കാര്യത്തിൽ യോജിച്ച് വന്നു. അപ്പൊ മുദരിസുൻ എന്നതിന്റെ വിശേഷണമാണ് ജദീദുൻ എന്നത്. ഹാമിദുൻ മുദരിസുൻ ജദീദുൻ. ഹാമിദ് ഒരു പുതിയ അധ്യാപകനാകുന്നു. ഹാമിദ് ഈസ് എ ന്യൂ ടീച്ചർ. അടുത്തത് മാ ഹാദ. ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? ഹാദ തുഫാഹുൻ. ഇതെന്താണ്? ഒരു ആപ്പിൾ ആകുന്നു. അപ്പൊ ഹാദ എന്നതിന് ഇത് ഒരു ഇൻഫോർമേഷൻ ആണ് എന്ത് തുഫാഹുൻ എന്നുള്ളത്. അപ്പം അടുത്തത് അത്തുഫാഹു ദ ആപ്പിള് ഫാക്കിഹത്തുൻ ലദീദത്തുൻ. ഫാക്കിഹത്തുൻ ലദീദത്തുൻ. ഫാക്കിഹത്ത് പറഞ്ഞ ഫ്രൂട്ട്, ലദീദത്തുൻ ടേസ്റ്റി, നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട് ആകുന്ന എന്ത് ആപ്പിൾ എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? ഫാക്കിഹത്ത് എന്നുള്ളതിന്റെ വിശേഷണമാണ് ലദീദത്തുൻ എന്നത്. എന്താണ്? കാരണം എന്താണ്? ഫാക്കിഹത്ത് എന്താണ്? ഏകവചനമാണ്. ലദീദത്തുൻ എന്നുള്ളത് ഏകവചനമാണ്. ഫാക്കിഹത്ത് എന്താണ്? ഫെമിനിൻ ആണ്, സ്ത്രീലിംഗമാണ്. ലദീദത്തുൻ എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗമാണ്. ഫാക്കിഹത്ത് എന്താണ്? ഇൻഡെഫിനിറ്റ് ആണ്. ലദീദത്തുൻ എന്നുള്ളത് എന്താണ്? ഇൻഡെഫിനിറ്റ് ആണ്. ഫാക്കിഹത്തിന്റെ നൗൺ എൻഡിങ് എന്താണ്? തെൻവീനുള്ള ലൊമ്മാണ്. ലദീദത്തുൻ എന്നുള്ളത് എന്താണ്? ലമ്മുള്ള തെൻവീനാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫാക്കിഹത്ത് എന്താണ്? ഈ ഫാക്കിയത്തിന്റെ അവസാനം ഈ താ ഇല്ല, റൗണ്ട് താ മർബൂത്ത, ഇത് ഈ ഫാക്കിഹത്തിന്റെ കൂടെ സ്വതവേ ഉള്ളതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ഇവിടെ പുല്ലിംഗമാക്കുകയാണെങ്കിൽ ഫാക്കിഹു എന്ന് പറയാൻ പറ്റില്ല. ഇത് ഫാക്കിഹത്തുൻ എന്നാണ്. ഈ ഫാക്കിഹത്തു എന്നുള്ള വേർഡിന്റെ കൂടെ ഉള്ളതാണ് എന്ത്? ഈ ഈ റൗണ്ട് താ. ഈ റൗണ്ട് താ ഈ ഫാക്കിഹത്തുന്റെ കൂടെ വേർഡിന്റെ കൂടെ ഉള്ളതാണ് എന്ത്? ഈ താ. അത് നമുക്ക് ഫാക്കിഹുൻ എന്നാക്കാൻ പറ്റില്ല. അതും നമുക്ക് പുല്ലിംഗമാക്കണമെങ്കിൽ അത് ഫാക്കിഹുൻ എന്നാക്കാൻ പറ്റില്ല. അത് ആ താ എന്താണ്? അതിന്റെ കൂടെ ഉള്ളതാണ്. അപ്പൊ ഇവിടെ ഫാക്കിഹത്തുൻ എന്നുള്ളതുകൊണ്ടാണ് എന്ത്? ലദീദത്തുൻ എന്നുള്ളത്. ഇനി നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല ട്ടോ. ഇതുവരെ പോയി. ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടോ? കേൾക്കാൻ പറ്റാത്ത? കേൾക്കാം. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അന്ന് നിങ്ങളെ പ്രശ്നമാക്കി, റേഞ്ചിന്റെ പ്രശ്നമാക്കി കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് ഇത് വിടണം കേട്ടോ. ഞാൻ ഓരയക്കും, ഓഫീസിൽ നിന്ന് അയക്കും. അതെന്താ അറിയോ, വൈകി കഴിഞ്ഞാലേ മക്കളെ കയ്യിൽ ഫോൺ കിട്ടിയാ പിന്നെ കിട്ടൂല. അതാണ് പ്രശ്നം. ഓർക്ക് പഠിക്കാനുള്ളതുകൊണ്ടേ. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഒന്നാമത്തെ നാമം ഒരു മസ്കുലിന് പുല്ലിംഗമാണെങ്കിൽ എന്ത് ചെയ്യാ? ഇവിടെ ലദീദുന്നാക്കാം. അതായത് ഇവിടെ ഫാക്കിഹത്തിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പുല്ലിംഗമുള്ള നാമമാണെങ്കിൽ ഇവിടെ ലദീദുന്നാക്കാം. അപ്പൊ ഈ ലദീദത്ത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാ? അത് നമുക്ക് സ്ത്രീലിംഗത്തിന് ലദീദത്തുനാക്കാം. ഇനി അവിടെ പുല്ലിംഗമാണെങ്കിൽ ലദീദുന്നാക്കാം. അതുപോലെ തന്നെ ജദീദ് എന്നുള്ളത് ഇവിടെ ഒന്നാമത്തെ നാമം പുല്ലിംഗമായത് കൊണ്ടാണ് ഇവിടെ ജദീദ് എന്നത്. ഇനി ഇവിടെ മുദരിസത്തുൻ ആണെങ്കിൽ എന്ത് ചെയ്യാ?
നമുക്ക് ഇവിടെ ജദീദത്തുൻ ആക്കാം. ഇവിടെ ഇനി ഇവിടെ ഫാക്കിഹത്തിന്റെ അവിടെ ഏതെങ്കിലും പുല്ലിംഗ നാമമാണ് വന്നതെങ്കിൽ ഇവിടെ നമുക്ക് എന്തായാലും ലദീദുൻ ആക്കാം. പക്ഷെ ഫാക്കിഹത്തു എന്നുള്ളതിന്റെ ഈ വാക്കിന്റെ കൂടെ ഉള്ളതാണ് ത. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുല്ലിംഗമാക്കാൻ ഫാക്കിഹുൻ എന്നാക്കാൻ പറ്റില്ല. ഈ ത ഇതിന്റെ കൂടെ ഉള്ളത് തന്നെയാണ്. ഓക്കെ, അടുത്തത് മാ ദാലിക, വാട്ട് ഈസ് ദാറ്റ്, അത് എന്താണ്? അപ്പൊ എന്താണ്? ദാലിക ഉസ്ഫൂറിൻ, അതെന്താണ്? ഒരു കുരുവിയാകുന്നു. ദാറ്റ് ഈസ് എ സ്പാരോ, അതെന്താണ്? ഒരു കുരുവി. ഉസ്ഫൂർ എന്നുള്ളത് പുതിയ വാക്കാണ് കേട്ടോ, സ്പാരോ കുരുവി. അപ്പൊ എന്താണ്? അൽ ഉസ്ഫൂറു തോയിറുൻ സൊയിറുൻ. അൽ ഉസ്ഫൂർ കുരുവി, ദ സ്പാരോ തോയിറുൻ പക്ഷിയാണ്, സൊയിറുൻ ചെറിയ. അപ്പൊ ഈ തോയിറു എന്നുള്ളതിന്റെ വിശേഷണമാണ് എന്ത്? സൊയിറു എന്നുള്ളത്. കാരണം എന്താണ്? തോയിറു എന്നുള്ളത് എന്താണ്? ഏകവചനമാണ്. സൊയിറു എന്നുള്ളത് ഏകവചനമാണ്. തോയിറു എന്നുള്ളത് എന്താണ്? മസ്കുലിനാണ്, പുല്ലിംഗമാണ്. സൊയിറു എന്നുള്ളത് എന്താണ്? പുല്ലിംഗമാണ്. തോയിറു എന്നുള്ളത് എന്താണ്? ഇൻഡെഫിനിറ്റ് ആണ്. സൊയിറു എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആണ്. തോയിറു എന്നുള്ളതിന്റെ അവസാനം ലൊമ്മുള്ള തെൻവീനാണ്. സൊയിറു എന്നുള്ളതിന്റെ അവസാനം ലൊമ്മുള്ള തെൻവീൻ. അപ്പൊ ഇതെന്താണ്? ഇത് രണ്ടും എന്ത് ചെയ്ത്? 4 കാര്യത്തിൽ യോജിച്ചു വന്നു. അപ്പൊ തോയിറു എന്നുള്ളതിന്റെ വിശേഷണമാണ് എന്ത്? സൊയിറു എന്നത്. അപ്പൊ എന്താണ്? The sparrow is a small bird. ഈ കുരുവി എന്താണ്? ഒരു ചെറിയ പക്ഷിയാക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു സ്ത്രീലിംഗ നാമമാണ് വന്നതെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സൊഈറത്തുൻ ആക്കാം. ഓക്കെ, അടുത്തത് അൽ അറബിയത്തു ലുഅത്തുൻ സഹലത്തുൻ. അറബി എന്താണ്? ലുഅത്തുൻ ഒരു ഭാഷയാകും. എന്ത് ഭാഷ? സഹലത്തുൻ എളുപ്പമുള്ള. അറബിക് ഈസ് എൻ ഈസി ലാംഗ്വേജ്. അറബി എന്താണ്? ഈസി ലാംഗ്വേജ്. അപ്പം ഇവിടെ ലുഅത്തിന്റെ വിശേഷണമാണ് സഹലത്തുൻ എന്നുള്ളത്. കാരണം എന്താണ്? 4 കാര്യത്തിൽ എന്ത് ചെയ്ത്? യോജിച്ചു വന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലുഅത്തുൻ എന്നുള്ളതിന്റെ കൂടെയുള്ള താ ആണ് ഇത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പുല്ലിംഗമാക്കണമെങ്കിൽ ഈ താ ഒഴിവാക്കാൻ പറ്റൂല. ഈ താ ഈ വേർഡിന്റെ കൂടെ ഉള്ളത് തന്നെയാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റൂല. അപ്പൊ അൽ അറബിയത്തു ലുഅത്തുൻ സഹലത്തുൻ. സഹലത്തുൻ പറഞ്ഞാൽ ഈസി, ലുഅത്തുൻ പറഞ്ഞാൽ ലാംഗ്വേജ്. അറബി എന്താണ്? എളുപ്പമുള്ള ഭാഷയാക്കുന്നത്. അപ്പൊ ലുഅത്തിന്റെ വിശേഷണമാണ് എന്ത്? സഹലത്തുൻ എന്നുള്ളത്. ഓക്കെ, ഇവിടെ ലുഅത്തുൻ ആയതുകൊണ്ടാണ് ഇവിടെ സഹലത്തുൻ വന്നത്. കാരണം എന്താ? ലുഅത്തുൻ എന്താണ്? ഒരു ഫെമിനിൻ ആണ്, ഒരു സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് സഹലത്തുൻ വന്നത്. ഇനി ഇവിടെ ഒരു പുല്ലിംഗമായിട്ടുള്ള നാമമാണ് വന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും? സഹലുൻ എന്നായിരിക്കും. ഓക്കെ, അടുത്തത് അൽ അറബിയത്തു ലുഅത്തുൻ ജമീലത്തുൻ. അറബി എന്താണ്? ഒരു ഭംഗിയുള്ള ഭാഷയാകുന്നു. അപ്പൊ ഇവിടെ 4 കാര്യത്തിൽ എന്ത് ചെയ്ത്? യോജിച്ചു വന്നു. അപ്പൊ ഇവിടെ ലുഅത്തുൻ ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്ത്? ജമീലത്തുൻ വന്നു. ഇത് സ്ത്രീലിംഗമായതുകൊണ്ട് ജമീലത്തുൻ എന്ത് ചെയ്ത്? സ്ത്രീലിംഗമായിട്ട് വന്നു. ഇത് മുഫ്രദ് ആയതുകൊണ്ട് ഇത് മുഫ്രദായി. ഇതിന്റെ നൗൺ എൻഡിങ് ലൊമ്മുള്ള തെൻവീനാണ്. ഇതിന് തെൻവീനുള്ള ലൊമ്മാണ്. പിന്നെ ഇത് ഇൻഡെഫിനിറ്റ് ആണ്, ഇതും ഇൻഡെഫിനിറ്റ് ആണ്. അപ്പൊ ലുഅത്തു എന്നുള്ളതിന്റെ വിശേഷണമാണ് ജമീലത്തുൻ എന്നത്. ഇൻഡെഫിനിറ്റ് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേരി. ഇൻഡെഫിനിറ്റ് പറഞ്ഞാൽ അല്ലില്ലാത്തത്. ഇൻഡെഫിനിറ്റ് അല്ലില്ലാത്തത് അത് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൻഡെഫിനിറ്റ് പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ലേ. ഇൻഡെഫിനിറ്റ് പറഞ്ഞാല് അല്ലില്ലാത്തത്, ഡെഫിനിറ്റ് പറഞ്ഞാല് അല്ലുള്ളത്. ഡെഫിനിറ്റ് പറഞ്ഞാല് അല്ലുള്ളത് അല്ലേ? അല്ലുള്ളത്. ഇൻഡെഫിനിറ്റ് പറഞ്ഞാല് അല്ല് ഇല്ലാത്തത്. അടുത്തത് അമ്മാറുൻ തോലിബുൻ മുസ്തഹിദുൻ. അമ്മാർ എന്താണ്? തോലിബുൻ മുസ്തഹിദുൻ ഒരു പരിശ്രമശാലി ആയിട്ടുള്ള എന്താണ്? ഒരു വിദ്യാർത്ഥിയാണ്. അമ്മാർ ഈസ് എ ഹാർഡ് വർക്കിംഗ് സ്റ്റുഡന്റ്. അപ്പം തോലിബുൻ എന്നതിന്റെ വിശേഷണമാണ് എന്ത്? മുസ്തഹിദുൻ എന്നത്. അതെന്താണ്? 4 കാര്യത്തിൽ ഇത് രണ്ടും യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ തോലിബുൻ എന്നതിന്റെ വിശേഷണമാണ് എന്ത്? മുസ്തഹിദുൻ എന്നത്. മുസ്തഹിദുൻ എന്നുള്ളത് പരിശ്രമശാലി, ഹാർഡ് വർക്കിംഗ്. അപ്പൊ മുസ്തഹിദ് എന്നുള്ളതിന് ഗവേഷണം ചെയ്യാൻ, ഗവേഷകൻ എന്നുള്ളതിന് അർത്ഥമുണ്ട് കേട്ടോ, ഗവേഷകൻ. പക്ഷെ ഇവിടെ വിദ്യാർത്ഥി ആയതുകൊണ്ട് എന്താണ്? പരിശ്രമശാലിയാണ്. ഇവിടെ വിദ്യാർത്ഥി ആയതുകൊണ്ട് പരിശ്രമശാലിയാണ്. അടുത്തത് വ മഹ്മൂദുൻ തോലിബുൻ കസ്ലാൻ. അപ്പൊ എന്താണ്? മഹ്മൂദോ തോലിബുൻ കസ്ലാൻ. മഹ്മൂദ് എന്താണ്? ഒരു മടിയനായ വിദ്യാർത്ഥിയാകുന്നത്. ആൻഡ് മഹ്മൂദ് ഈസ് എ ലേസി സ്റ്റുഡന്റ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞ് 4 കാര്യത്തിൽ യോജിച്ചു വരണം. ഒന്നാമത് നിയമത്തിനോട് വിശേഷണമാണെങ്കിൽ 4 കാര്യത്തിൽ യോജിച്ചു വരണം. ഒന്ന്, ഇവിടെ മുഫ്രദ് ആയതുകൊണ്ട് ഏകവചനം ആയതുകൊണ്ട് ഇത് ഏകവചനമായി വന്ന്. ഇതെന്താണ്? ഇൻഡെഫിനിറ്റ് ആയതുകൊണ്ട് ഇതും ഇൻഡെഫിനിറ്റ് ആണ്. പിന്നെന്താണ്? ഇത്
പുല്ലിംഗമായതുകൊണ്ട് ഇത് പുല്ലിംഗമായി. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞേ, നൗൺ എൻഡിങ്, നാമത്തിന്റെ അവസാനം തെൻമീനുള്ള നാമത്തിന്റെ അവസാനം എന്താണോ അതന്നെ ആയിരിക്കണം അതിന്റെ അടുത്ത നാമത്തിലും. പക്ഷെ ഇവിടെ ലൊമ്മുള്ള തെൻമീനാണ്, ഇവിടെ ഒറ്റ തെൻമീൻ, ഒരു ലൊമ്മല്ലേ ഉള്ളൂ. അതെന്താ അതാ വേർഡ് അങ്ങനെ ആയിട്ടുണ്ടോ? വേർഡ് അല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അവസാനം ആനെന്നല്ല വിശേഷണം. അതായത് ആനെന്നല്ല, ഇവിടെ കണ്ടില്ലേ കെസ്ലാനു, അത് കണ്ടില്ലേ, കെസ്ലാനു കണ്ടില്ലേ. അങ്ങനെ അവസാനം ആനെന്നല്ല വിശേഷണത്തിന്, അതായത് ഇംഗ്ലീഷ് ഈ വിശേഷണത്തിന് ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവ്സ് എന്നാട്ടോ പറയാ. അഡ്ജക്റ്റീവ്സിന് ആന് എന്നുള്ള അഡ്ജക്റ്റീവ്സിന് എന്തുണ്ടാവില്ല, തെൻമീൻ ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ എന്താ കെസ്ലാനു എന്നാണ്, ഇവിടെ എന്താണ് ആനു എന്നാണ് അവസാനം വന്നത്, ആൻ. അപ്പൊ അങ്ങനെ അവസാനം ആനെന്നുള്ള അഡ്ജക്റ്റീവ്സിന്, അതായത് വിശേഷണത്തിന് എന്തുണ്ടാവില്ല, തെൻമീൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ നൗണിന്റെ ഈ ഒന്നാമത്തെ നാമത്തിന്റെ അവസാനം ലൊമ്മുള്ള തെൻമീനാണ്. അപ്പൊ രണ്ടാമത്തെ നാമം അതിനോട് യോജിച്ച് വരും. പക്ഷെ എന്താണ് ഇതിന്റെ അവസാനം എന്താണ്, ആൻ എന്നാണ്, കെസ്ലാനു. അതുകൊണ്ട് എന്തുണ്ടാവില്ല, ഇങ്ങനെ ആന് വരുന്ന അവസാനം ആന് വരുന്ന അഡ്ജക്റ്റീവ്സിന് എന്തുണ്ടാവില്ല, തെൻമീൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ കെസ്ലാനു മാത്രമുള്ളത്, കെസ്ലാനു എന്നില്ലാത്തത്, കെസ്ലാനു എന്നുള്ളത്. കുറച്ച് വേറെ ഉദാഹരണം താഴെ പഠിക്കുക, അതപ്പം മനസ്സിലാവും കേട്ടോ, താഴെ വരുന്നുണ്ട്. അടുത്തത് മൻ അൻത, നീ ആരാണ്. അപ്പൊ എന്താണ്, അന തോലിബു, ഞാൻ എന്താണ് വിദ്യാർത്ഥിനി, അല്ലെ വിദ്യാർത്ഥിയാകുന്നു, ഐ എം എ സ്റ്റുഡന്റ്. അപ്പൊ ഒന്നാമത്തെ നാമത്തിന് ഇൻഫോർമേഷൻ ആണ് എന്ത്, രണ്ടാമത്തെ നാമം വിശേഷണമല്ല. ഇതിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത്, തോലിബുൻ എന്നുള്ളത്, വിശേഷണമല്ല. പിന്നെ ആ അൻത തോലിബുൻ ജദീദുൻ, ആർ യു എ ന്യൂ സ്റ്റുഡന്റ്, നീ ഒരു പുതിയ വിദ്യാർത്ഥിയാണോ. അപ്പൊ തോലിബുൻ എന്നതിന്റെ വിശേഷണമാണ് എന്ത്, ജദീദു എന്നുള്ളത്. ഇതെന്താ എടുക്കണേ, 4 കാര്യത്തിൽ എന്ത് ചെയ്ത് യോജിച്ച് വന്നിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷണമാണ് രണ്ടാമത്തെ നാമം. അപ്പൊ പറയാണ് അതെ, അന തോലിബുൻ ജദീദ്, ഞാൻ എന്താണ് പുതിയ വിദ്യാർത്ഥിയാകുന്നു. അന തോലിബുൻ ജദീദ്, ഞാൻ പുതിയ വിദ്യാർത്ഥിയാകുന്നു. അപ്പൊ തോലിബുൻ എന്നതിന്റെ വിശേഷണമാണ് എന്ത്, ജദീദുൻ എന്നുള്ളത്. ഇതുവരെ മനസ്സിലായോ? അതായത് നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഒരു നാമത്തിന്റെ വിശേഷണമാണ് അടുത്ത നാമം. അതായത് നിങ്ങൾക്ക് ഒന്നിന്റെ ഇൻഫോർമേഷൻ ആണോ വിശേഷണമാണോ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോ, വിശേഷണമാകുമ്പോ എന്ത് ചെയ്യണം, 4 കാര്യത്തിൽ യോജിച്ച് വരാം. ആ 4 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അങ്ങനെ ഉണ്ടാകുമ്പോ അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അത് വിശേഷണമാണോ നോക്കുമ്പോ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ എന്ത് ചെയ്യണം, ആ ഒന്നാമത്തെ നാമം രണ്ടാമത്തെ നാമം എന്ത് ചെയ്യണം, സെയിം ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചിങ് ആയിരിക്കണം. വിശേഷണമാണെങ്കിൽ ഒന്നാമത്തെ വിശേഷണമാണ് രണ്ടാമത്തെ നാമമെങ്കിൽ എന്താണ്, ഈ 4 കാര്യത്തിൽ യോജിച്ച് വരണം. അപ്പൊ മുജ്തഹിദുൻ തോലിബുൻ കെസ്ലാനു, അപ്പൊ അതെന്താ എവിടെ ആരാ ചോദിച്ചത്? ഷൈനി. അത് നിങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോ ക്ലാസ് കേട്ടോണ്ടിട്ടോ, നിങ്ങൾക്ക് റേഞ്ച് ഇല്ലായിട്ടായിരിക്കും. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണേ, അത് നിങ്ങൾ റെക്കോർഡ് അയക്കുമ്പോ കേട്ടോ. അപ്പൊ അതായത് നമുക്ക് വിശേഷണമാണോ അല്ലേന്ന് ഡൗട്ട് ഉണ്ടാകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 കാര്യം മനസ്സിൽ ഓർത്തേക്ക. ഒന്നാമത്തെ നാമം രണ്ടാമത്തെ നാമം എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 4 കാര്യത്തിൽ യോജിച്ച് വരണം. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് മനസ്സിലാവും അത് വിശേഷണമാണോ അല്ലേ. എന്നാ വായിച്ചോളി, ഇത് ഇക്കറ വക്തു. പേജ് നമ്പർ ഒന്ന് പറയോ മിസ്സേ? പേജ് നമ്പർ 48. നിങ്ങൾ ഇതിൽ നോക്കിക്കോളി. കണ്ണാണ്ടേ? കണ്ണാണില്ലേ? വയസ്സായിക്കണേ. കാണുന്നുണ്ടോ? സാരില്ലല്ലോ, ഇപ്പം കാണുന്നുണ്ടോ? ഇല്ലല്ല, അത് അതിൽ കാണൂല. അന്ന് ഞങ്ങളെ പേജ് നമ്പർ 48 എടുത്തോളൂ. കാണുന്നവർ ഇതിൽ നോക്കിക്കോളേ. എന്നാ വായിച്ചോളി. മുഹമ്മദുൻ തോലിബുൻ ഖദീമുൻ. ഇതിനർത്ഥം ഒന്ന് പറയണ്ടല്ലോ, അതൊക്കെ ആദ്യം പഠിച്ച വേർഡ്സ് ആണ്. മുഹമ്മദുൻ തോലിബുൻ മുഹമ്മദ് ഈസ് ആൻ ഓൾഡ് സ്റ്റുഡന്റ്. 2 അദാലിക്കർ റജുലു മുദർരിസുൻ ജദീദുൻ. മുദരിസിയോ? മുദരിസുൻ ജദീദുൻ. അവിടെ മുദരിസ് പറയാൻ കസ്ർ വരാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ മുൻപില്? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ മുദരിസുൻ.
ذلك الرجل مدرس جديد. لا هو طبيب جديد. جديد. طبيب جديد. هذا درس درس سهل. سهل. هذا درس سهل. ബിലാൽ سهل means മുഹമ്മദ് easy. അല്ല ഇവിടെ നാല്. سهل അബ്ബാസുൻ താജിറുൻ ഷഹീറുൻ. ഷഹീർ എന്നുള്ളത് എന്താ ഒരു പുതിയ വാക്കാണല്ലേ, പ്രശസ്തൻ, ഫേമസ് പറയില്ലേ, ഷഹീറുൻ ഷഹീർ എന്ന് പറഞ്ഞാൽ ഫേമസ്, പ്രശസ്തൻ. ഷഹീറുൻ പിന്നെ നമ്മൾ ഇവിടെ നേരത്തെ അത് ഇവിടുത്തെ പറയാം. ഇനി അടുത്ത 5 വായിച്ചോളൂ. എന്ത് അതാണ് അടുത്ത വരുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത വരുന്നത് ബിലാലുൻ മുഹദ്ദിസുൻ കബീറുൻ. ബിലാലുൻ മുഹദ്ദിസുൻ കബീറുൻ. മുഹദ്ദിസ് അറിയില്ല, എഞ്ചിനീയർ. Bilal is a great engineer. ഗ്രേറ്റ് അല്ല ബിലാൽ is സഅബത്തുൻ പറഞ്ഞാൽ ഡിഫിക്കൽട്ട്. സഹൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, സഅബ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് എഴുതുമ്പോ എന്ത് ചെയ്യണം, ഇവിടെ സഹൽ എന്നുള്ളത് ഇവിടെ സഹൽ എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന് ഓപ്പോസിറ്റ് എഴുതുമ്പോ എന്ത് ചെയ്യണം, സഅബുൻ എഴുതണം. ഇവിടെ സഹലിന്ന് മാത്രമല്ല, ഇവിടെ അവസാനം തായില്ല, അതിനോട് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് എഴുതുമ്പോ സഅബുന്ന് മാത്രം എഴുതണം. ഇനി ഇവിടെ സഹലത്തുന്നാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, സഅബത്തുന്ന് എഴുതണം. ഓക്കെ, ഇവിടെ സഹലുന്നാണുള്ളത്, അപ്പൊ ഇവിടെ സഅബുന്ന് എഴുതണം. അപ്പൊ ഇവിടെ സഹലത്തുനാണെങ്കിൽ സഅബത്തുൻ. അപ്പൊ ഇവിടെ സഹൽ എന്നുള്ളതിന് ഓപ്പോസിറ്റ് ആണ് ഡിഫിക്കൽട്ടി, ഈസി. അപ്പൊ അല്ല, ഞാൻ എന്താണ്, ഒരു പാവപ്പെട്ട പുരുഷനാ. അപ്പൊ ഒനിയ എന്നുള്ളതിന് ഓപ്പോസിറ്റ് ആണ് ഫക്കീർ. ഒനിയോ റിച്ച്, ഫക്കീർ എന്താണ്, പുവർ. അല്ല, അതിന്റെ മുമ്പ് അൽ കാഹിറത്തു മദീനത്തുൻ കബീറത്തുൻ. മദീന പറഞ്ഞ സിറ്റി. കാഹിറ പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്. കാഹിറ സ്ഥലത്തിന്റെ പേരാണ്. കാഹിറത്തു മദീനത്തുൻ കബീറത്തുൻ. നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് വായിക്കുക. അൽ കാഹിറത്ത് ഇവിടെ ഇത് ഡെഫിനിറ്റ് ആണ്. അൽ കാഹിറത്തു മദീനത്തുൻ അൽ കാഹിറത്തു മദീനത്തുൻ കബീറത്തുൻ. അപ്പൊ ഈ ജദീദ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഖദീമുൻ എന്നുള്ളത്. ജദീദ് പുതിയത്, ഖദീമ് പഴയത്. തെൻവീനിട്ട് വായിക്കരുത്, കസ്ലാനു. അപ്പൊ മുജ്തഹിദ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, കസ്ലാനു എന്നുള്ളത്. കസ്ലാനു എന്നത് എന്താ, മടിയനാണ്. മുജ്തഹിദ് എന്നുള്ളത് എന്താണ്, പരിശ്രമ, ഹാർഡ് വർക്കിംഗ്. അതിനാണ് ഓപ്പോസിറ്റ്. കസ്ലാനു എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് മുജ്തഹിദ്. എന്ത്, പരിശ്രമശാലി. പരിശ്രമശാലി. ഇതില് കുറെ വേർഡ് പഠിക്കാണ്ടല്ലേ മിസ്? നിങ്ങൾ എല്ലാത്തിന്റെ ഓപ്പോസിറ്റ് പിന്നെ അങ്ങനത്തെ പുതിയ പുതിയ വേർഡ്സ് വരുന്നത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് ഇപ്പോഴല്ലേ നോട്ട് ചെയ്ത് വെക്കണേ. ഞാൻ റെക്കോർഡ് അയക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാ, കേൾക്കുമ്പോ അങ്ങനെ നോട്ട് ചെയ്യും. എപ്പോഴും നോട്ട് ചെയ്യണ്ടേ. അപ്പൊ നിങ്ങൾക്ക് നോട്ട് ചെയ്യലും ശ്രദ്ധിക്കലും കൂടി രണ്ടും കൂടി കഴിയൂല. നോട്ട് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് എഴുതി വെക്കല് ഒക്കെ എഴുതി പഠിക്കലൊക്കെ ഞാൻ റെക്കോർഡിങ് അയച്ചു തന്നതിന് ശേഷമാണ്. ഇനി രണ്ടാമത്തത് ലോ ഫിൽ ഫറാഇ ഫിൽ ജുമലിൽ ആതിയതി നഅതൻ മുനാസിബൻ. താഴെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്, അവിടെ എന്ത് ചെയ്യുക, അനുയോജ്യമായിട്ടുള്ള നഅത്ത്, അതായത് വിശേഷണം വെച്ച് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്താണ്, നമ്മളെന്താ വിശേഷണം വെച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം 4 കാര്യത്തിൽ എന്ത് ചെയ്യണം, യോജിച്ച് വരണം. ഒന്നാമത്തെ നാമത്തിനോട്. അപ്പൊ ഇവിടെ എന്തുണ്ട്,
ഖദീജത്തു ത്വാലിബത്തുൻ. അപ്പൊ അതിന്റെ നകത്ത് വെച്ചോടും. ഈ തോലിബത്ത് ഒന്നാമത്തിന്റെ വിശേഷണം വെച്ചെടുക്കാനാ പറഞ്ഞ, നകത്ത് വെച്ചെടുക്കാനാ പറഞ്ഞ, അനുയോജ്യമായിട്ടില്ല. അപ്പൊ അങ്ങനെ വെക്കുമ്പോ 4 കാര്യത്തിൽ യോജിച്ച് വരുന്നത് ആലോചിക്കുക. അപ്പൊ എന്താണ് പറഞ്ഞോളി? ഖദീജത്തു തോലിബത്തുൻ ജദീദത്തുൻ. ജദീദത്തുൻ. പിന്നെ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? ഉദാഹരണം ആൻസർ ജദീദത്തുൻ എന്ന് പറയാം. പിന്നെ മുജ്തഹിദത്തുൻ. മുതശാഹിദ. ഇനി അടുത്തത് രണ്ടാമത് നിങ്ങൾ വായിക്കണേ, ഞാൻ വായിക്കൂല. ഖാലിദുൻ താജിറുൻ ഗനിയുൻ. സാജിദുൻ ഗനിയുൻ. ഗനിയുൻ. പിന്നെ 3 അറബിയ്യത്തു സഹലത്തുൻ. സഹലത്തുൻ. പിന്നെ 4 ആരൊക്കെ? ഒരു മിനിറ്റ്. ആരാ അൽ ഉസ്ഫൂർ എന്ന് വായിച്ചത്? തെൻവീൻ ഇട്ടിട്ട്. അൽ ഉസ്ഫൂറു അൽ ഉസ്ഫൂറു. ഇല്ല, അൽ ഉസ്ഫൂർ ഇത് സ്പാരോ, കുരുവി. അൽ ഉസ്ഫൂറു ത്വാഇറുൻ സഈറുൻ. നെക്സ്റ്റ് 5 അത്തുഫാഹു ഫാകിഹത്തുൻ ലദീദത്തുൻ. ലദീദത്തുൻ. ലദീദത്തുൻ ല്ലേ? ലദീദത്തുൻ. അന മുദർരിസുൻ ജദീദുൻ. और ഖദീമുൻ. ഖദീമുൻ. മുഹമ്മദുൻ ത്വബീബുൻ ജദീദുൻ. ജദീദുൻ. നമ്മളിവിടെ ഒരു പുതിയ വേർഡ് പഠിച്ചിട്ടുണ്ട്, ഷഹീറുൻ എന്നുള്ളത്. ഷഹീറുൻ എന്ന പ്രശസ്തി അതൊക്കെ ഉപയോഗിക്കട്ടോ. മുഹമ്മദുൻ ത്വബീബുൻ ഷഹീറുൻ എന്നൊക്കെ ഉപയോഗിക്കാം. ഇംഗ്ലീസിയത്തു ഇംഗ്ലീഷിയ പറഞ്ഞ എന്താണ്? ഇംഗ്ലീഷ് ആട്ടോ. ഇംഗ്ലീഷ്. സൗബത്തുൻ. അൻത ത്വാലിബുൻ. അൻത ത്വാലിബുൻ ജദീദുൻ. ജദീദുൻ. അടുത്തത് കബീറത്തുൻ. വെരി ഗുഡ്. ഇനി അടുത്ത മൂന്നാമത്തത്. ഇവിടെ നമ്മൾ എന്താ ഇപ്പൊ വെച്ച വിശേഷണാണ്, നകത്താണ് വെച്ചത്. ഇനി അടുത്തത് വിശേഷണം ല്ലേ? നകത്ത് വിശേഷണം. നിങ്ങൾ അങ്ങനെ വിശേഷണം പഠിച്ചാ മതിയാ. ഇൻഫർമേഷൻ എന്നുള്ളതിന് എന്താ പറയാ? ഖബർ. ഖബർ. ഇൻഫോർമേഷൻ എന്നുള്ളതിന് ഖബർ. പുള്ളിണ്ടോ? ഖബർ പുള്ളി. അടുത്തത് ലോ ഫിൽ. അത് നിങ്ങള് അറബിയിൽ പഠിച്ചൊക്കെ നിങ്ങള് അങ്ങനെ ഇൻഫോർമേഷന് പിന്നെ അതിന്റെ വിശേഷം അങ്ങനെ തന്നെ പഠിച്ചാ മതി. നിങ്ങൾക്ക് അറബിയിൽ പഠിച്ചേക്കുമ്പോ കുറച്ചും കൂടി ടഫായിട്ട് തോന്നുന്നു പഠിക്കുമ്പോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകെ തല തിരിഞ്ഞിക്കണ്. അത് നിങ്ങൾ ഡെയിലി എടുത്ത് നോക്കായിട്ട് അത്രയും എളുപ്പമായിട്ടല്ല പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങള് ഡെയിലി എടുത്ത് നോക്കായിട്ടാണ് തല തിരിയുന്നത്. അടുത്തത് മൂന്നാമത്തത് ലോ ഫിൽ മക്കാനി ഖാലി ഫിൽ ജുമലി ആതിയതി മൻഊതൻ മുനാസിബൻ. മൻഊത്ത് പറഞ്ഞാൽ എന്താണ്? മൻഊത്ത് പറഞ്ഞാൽ എന്താണ്? വിശേഷിക്കപ്പെടുന്നത്. നമ്മളിവിടെ നിങ്ങൾ പറയാ ഹദീജത്തു ത്വാലിബത്തുൻ. ഹദീജത്തു ത്വാലിബത്തുൻ. ഇവിടെ ആരെങ്കിലും ഹദീജത്തു എന്ന് വായിച്ചിനോ? ഇവിടെ ഹദീജ എന്താ സ്ത്രീലിംഗ നാമമാണ്. അതിനോട് തെൻവീനായിട്ട് വായിക്കരുത്. വായിക്കുമ്പോ ഹദീജത്തു ത്വാലിബത്തുൻ ജദീദത്തുൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ അതിന്റെ ഒരു നകത്ത് വിശേഷണം വെച്ചു കൊടുത്തു. അപ്പൊ ഈ നമ്മൾ ആരെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്? ഹദീജനല്ല, ത്വാലിബത്ത് എന്ന വിദ്യാർത്ഥി. ഹദീജ എന്നതിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത്? ത്വാലിബത്ത്. ത്വാലിബത്തുൻ എന്നതിന്റെ വിശേഷനാണ് എന്ത്? നിങ്ങൾ പറഞ്ഞ ജദീദത്തുൻ. അപ്പൊ ഇവിടെ എന്തിനാ വിശേഷിപ്പിക്കുന്നത്? ത്വാലിബത്തിനാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആ വിശേഷിക്കപ്പെടുന്നതിനാണ് എന്ത് പറയുന്നത്? മൻഊത്ത് പറയുന്നത്. വിശേഷിക്കപ്പെടുന്നത്. അതായത് നമ്മൾ വിശേഷണം പറഞ്ഞ ആ വിശേഷണം എന്തിനെയാണ് വിശേഷിക്കപ്പെടുന്നത്? ആരെയാണ് വിശേഷിക്കപ്പെടുന്നത്? അതിനാണ് മൻഊത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ത്വാലിബത്തുൻ മൻഊത്ത്, ലുഅത്തുൻ മൻഊത്ത്, ഫാക്കിഹത്തുൻ മൻഊത്ത്, ഇതൊക്കെ എന്താണ്? മൻഊത്താണ്. ആ മൻഊത്തിന്റെ വിശേഷണമാണ് എന്ത്? നഅത്ത് വിശേഷണം. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് നഅത്ത് വിശേഷണം തന്നിട്ട് ഇനി അതിനെ മൻഊത്ത് വെച്ചെടുക്കാനാ പറയുന്നത്.
അപ്പൊ ഇവിടെ മൻഊത്താണ് ഈ സഹലത്തുൻ എളുപ്പമുള്ളത് എന്തിനെയാണ് വിശേഷിക്കപ്പെട്ടത് അതാണ് ഇവിടെ വെച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പറഞ്ഞോളി. സഹലത്തുൻ ഈ രണ്ട് അന മുദരിസുൻ ഖദീമുൻ അനമുദരിസുൻ അമ്മാറുൻ താജിറുൻ അമ്മാറുൻ താജിറുൻ ഗനിയ്യുൻ. ഹാദാ ഖലമുൻ മക്സൂറുൻ ഹാദാ ഖലമുൻ മക്സൂർ ഫൈസലുൻ തബീബുൻ കസ്ലാനു തബീബുൻ കസ്ലാൻ മടിയനായ ഒരു ഡോക്ടറാണ് ആര്? മടിയനായിട്ടുള്ള ഡോക്ടറാണ് ആര്? ഫൈസല്. അപ്പൊ തൊബീബനെ വെച്ചെടുക്കണില്ലേ നമുക്ക് എന്ത് ചെയ്യാം? തോലിബ് ഡോക്ടർ കറക്റ്റ് ആണ്. എന്നാലും ഡോക്ടർമാര് മടിയന്മാരില്ലേ? അത് ശരിയാണ്, മടിയന്മാരുള്ള ഡോക്ടറും എല്ലാരും ഇല്ലേ? എല്ലാരിലും ഉണ്ട് മടിയന്മാര്. മക്സൂറും പറഞ്ഞത് പൊട്ടിയത്, ബ്രോക്കൺ. ഇനി അടുത്തതാ, നേരത്തെ പറഞ്ഞില്ലേ അവസാനം ആന്ന് വരുന്നതിന്റെ ഉദാഹരണം അഡ്ജക്റ്റീവ്സ് ആന് വരുന്നുണ്ട്. അപ്പൊ കെസ്ലാനോ ഇതൊന്ന് വരുമ്പോ എന്ത് ചെയ്യാൻ പറ്റൂല? തെൻവീൻ ഇട്ട് വായിക്കാൻ പറ്റൂല. അതെന്ത് ചെയ്യണം? തെൻവീൻ ഇല്ലാതെ തന്നെ വായിക്കണം. കെസ്ലാനോ മടിയൻ, ആനോ വിശപ്പുള്ളവൻ, വിശപ്പുള്ളവൻ, അത്തിഷാനോ ദാഹമുള്ളവൻ, ദാഹിക്കുന്നവനോ ദാഹമുള്ളവനൊക്കെ വെക്കാം. ജൗആന് വിശപ്പുള്ളവൻ, അത്തിഷാനു ദാഹമുള്ളവൻ, ഒളബാനു കോപമുള്ളവൻ, ദേഷ്യമുള്ളവൻ, മൽആനു നിറഞ്ഞത്, നിറഞ്ഞു പറയില്ല മലാനു അല്ലേ? ഇംഗ്ലീഷിലും കൂടെ ഒന്ന് മീനിങ് പറയാം. മലാനു നിറഞ്ഞത്, ഫുള്ള് പറയില്ല, ഫുള്ള്. കസ്ലാനോ എന്താണ്? ലേസി. പിന്നെ എന്താ? വിശപ്പുള്ളവൻ, ദാഹമുള്ളവൻ, തേഴ്സ്റ്റി. ഒളുബാനോ പറഞ്ഞാൽ എന്താണ്? ഒളുബാനു ദേഷ്യമുള്ളവനാണ്, ആംഗ്രി. നിറഞ്ഞത്. അടുത്ത വായിച്ചോളി. ഇതിൻ്റെതാക്കിയിട്ടാണ് അടുത്ത ഉദാഹരണം. തെൻവീനിട്ട് വായിക്കാൻ പറ്റൂല ഇതിനൊന്നും. എൻഡിങ് ഒരേ ഒളുബാനു യൗമാനാണ് വായിക്കുക. അൽ യൗമ അല്ല വന്നല്ലേ? അപ്പം ലമ്മല്ലേ വരേണ്ടത്? ഇവിടെ നമ്മളെന്താ പറയണത്? ലി മാദൽ മുദരിസു ഒളുബാനൽ യൗമ. ഇന്നേ ദിവസം അധ്യാപകന് എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്? അതായത് നമ്മളൊരു സ്പെസിഫിക്, അതായത് ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയാണ്. അതായത് ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയുമ്പോ അൽ യൗമക്ക് ഫത്ഹ് വേണം. ഇതട്ടെ ഒരു ദിവസം പറയുകയാണെങ്കിൽ അൽ യൗമ. ഇവിടെ എന്തുകൊണ്ടാണ് ഒരു ദിവസം ടീച്ചർ ദേഷ്യപ്പെട്ടതുണ്ടോ? ഇന്ന് എന്തുകൊണ്ടാണ് അധ്യാപകൻ ദേഷ്യപ്പെട്ടെന്നാണ് ചോദിച്ചത് ഇവിടെ ക്വസ്റ്റ്യൻ. ലി മാദൽ മുദരിസു ഒളുബാനുൽ യൗമ. അപ്പൊ എന്താണ്? ഇന്ന് എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത് എന്നാണ് ചോദിച്ചത് അധ്യാപകൻ. അപ്പൊ എന്താണ്? ഇന്ന് യൗമു എന്ന് പറയുമ്പോ, അതായത് യൗമിന് ലൊമ്പിട്ട് പറയുമ്പോ അത് ഒരു ദിവസം. അൽ യൗമ, യൗമക്ക് ഫത്ഹ ഇട്ട് പറയുമ്പോ എന്താണ്? ഇന്നേ ദിവസം, ഈ ദിവസം. അൽ യൗമക്ക് മീമിനെ ഫത്ഹ ഇടുമ്പോ ഈ ദിവസം. ലൊമ്മിടുമ്പോൾ എന്താണ്? ഇതടെ ഒരു ദിവസം. അതാണ്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ഇന്ന് എന്തുകൊണ്ടാണ്?
ഇന്ന് എന്തുകൊണ്ടാണ് അധ്യാപകൻ ദേഷ്യപ്പെട്ടത്? അപ്പൊ അവിടെ എന്താണ്? അൽ യോമ ഫത്തഹ് കൊടുക്കണം. ലിമാദൽ മുദരിസു ഒളുബാനുൽ യോമ. ഇന്ന് എന്തുകൊണ്ടാണ് അധ്യാപകനെ ദേഷ്യപ്പെട്ടത്? അപ്പൊ അൽ യോമക്ക് എന്ത് വേണം? ഫത്തഹ് ഇടണം. ഇന്നാണ് ചോദിക്കുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് അധ്യാപകന് ദേഷ്യപ്പെട്ടത്? അപ്പൊ എന്താണ്? 4 മലാനു. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ഒരു ഡൗട്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ട്, ഇപ്പൊ ക്ലിയർ ചെയ്യട്ടോ. അൽകൂബും അതിന്റെ മീനിങ് എന്താണ്? അൽ കൂബ് അല്യോമൊന്നും അറിയോ? നിറഞ്ഞത് അല്ല, മലാനല്ലേ നിറഞ്ഞത്? അൽ കൂബ് കപ്പ്, മലാനു നിറഞ്ഞു. അല്യോമൊന്നും അറിയോ? അൽ യോമു ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നോക്കി, അൽ യോമു എന്നല്ലുള്ളത്. അല്ല, ഇവിടെ ഞാൻ ഇപ്പൊ അടുത്ത പേജ് നോക്കി, ഇവിടെ അൽ യോമു എന്നല്ലുള്ളത്. എവിടെ? ഞാൻ ഷെയർ ചെയ്ത പേജ് നോക്കി. ഇവിടെ എന്താണ്? മീമിന് എന്താണ്? ലൊമ്മ്. അപ്പൊ ലൊമ്മാണെങ്കിൽ എന്താണ്? ദ ഡേ ആണ്, ഒരു ദിവസം എന്നാണ്. അതിനവിടെ ഒരു പ്രത്യേക ദിവസം ഇല്ല. പക്ഷെ ഇവിടെ മീമിന് ഫത്തഹ ആണെങ്കിൽ ഇന്നത്തെ ദിവസം എന്നാ പറയാം. അതായത് ഇന്നേ ദിവസം, ഇന്നേ ദിവസം. ഇവിടെ ലൊമ്മിന് പകരം ലൊമ്മിന് പകരം ഫത്തഹ ആണെങ്കിൽ ഇന്നേ ദിവസം. അതിനങ്ങനെയല്ല മിസ്സേ, അത് അങ്ങനെ ഉണ്ടാവൂലല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടമല്ല ഇടൂല നമ്മള്. ഇല്ല, നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണോ? അതിനല്ല അർത്ഥം പറയുന്നത്. മുദരിസു എന്തിനു വേണ്ടിയാണ് അധ്യാപകൻ ഒളബാനൽ യൗമ ദേഷ്യപ്പെട്ടത്? ഇന്ന് ദേഷ്യപ്പെട്ടത്. അതന്നെ നമുക്ക് കിട്ടണ്ടേ? അപ്പൊ ഞാൻ അർത്ഥം പറഞ്ഞില്ല ഇപ്പൊ. അതിനാണ് ഞാൻ ലൊമ്മിന്റെത് ഫത്തഹിന്റെത് ഇപ്പൊ പറഞ്ഞത്. ഏതായാലും കത്തിക്കോളും കുറച്ച് കഴിഞ്ഞാ. ഇപ്പൊ കത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്ക, അൽ യോമിനെ മീമിന് ലൊമ്മാണെങ്കിൽ അത് ദ ഡേ ആണ്, ഒരു ദിവസമാണ്. ദിവസം എന്നുള്ള അർത്ഥാണ്, ദിവസം. അപ്പൊ ഇവിടെ അൽ യോമക്ക് മീമിന് ഫത്തഹ ആണെങ്കിൽ ഇന്നേ ദിവസം. അൽ യൗമ അല്ലേ? ഇന്നേ ദിവസം, ഈ ദിവസം. ഇതിലിനി ഏതെങ്കിലും വേർഡ് അറിയാത്തുണ്ടോ? ഇത് അവിടെ ഉണ്ട്. അൽ യോമ എന്നുള്ളത് ഡേ ആണ്, ദ ഡേ. ഇവിടെ അവസാനം നോക്കി, അൽ യോമ ടുഡേ, ഇന്നേ ദിവസം. കപ്പല്ലേ? കൂബ് പറഞ്ഞ കപ്പ്. അൽ കൂബു മല. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ 9ാമത്തെ ചാപ്റ്ററിൽ 2 പാർട്ട് ഉണ്ട് കേട്ടോ. പാർട്ട് എ, പാർട്ട് ബി. അതിനാണ് ഇവിടെ അലിഫ് ബ കൊടുത്തത്. അലിഫ് പറഞ്ഞ എ, ബ പറഞ്ഞാല് പാർട്ട് ബി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതില് ബായൊന്നുമില്ലല്ലോ. എന്ത്? ഇതില് ബാവൊന്നുമില്ല. ഇതാ എത്രാമത്തെ പേജാ? 50ാമത്തെ പേജ്. 50ാമത്തെ പേജ്. 50ാമത്തെ ഉണ്ട്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്ത്? ക്ലാസിന്റെ ഫസ്റ്റ് ഉണ്ടായിരുന്നു 4 വിശേഷണം എന്തോ പറയുന്നുണ്ട്. 4 കാര്യത്തിൽ ഒന്നിച്ച് വരുന്നുള്ളതല്ലേ, യോജിച്ച് വരുന്നുള്ളത്. അതെന്താണ്? നമ്പറില് ഏകവചനാണോ, ദ്വിവചനാണോ, ബഹുവചനോ? ഏകവചനാണെങ്കിൽ ഒന്നാമത്തെ നാമത്തിനോട് രണ്ടാമത്തെ നാമം യോജിച്ച് വരണം. ഒന്നാമത്തെ നാമം ഏകവചനാണെങ്കിൽ രണ്ടാമത്തെ നാമം ഏകവചനായിരിക്കണം. ഒന്നാമത്തെ നാമം ദ്വിവചനം, അതും നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല, നിങ്ങൾക്ക് ഇപ്പൊ ഏകവചനത്തിന് പഠിക്കാനുള്ളൂ. അപ്പൊ ഇതാലോചിക്ക്, നമ്പറിൽ യോജിച്ച് വരണം. രണ്ടാമത്തത് ജെൻഡർ. ഏകവചനം ബഹുവചനോ? അങ്ങനെ. അപ്പൊ ഏകവചനാണെങ്കിൽ ഏകവചനം തന്നെ. രണ്ടും ഏകവചനായിരിക്കണം. ബഹുവചനാണെങ്കിൽ 2 ബഹുവചനായിരിക്കണം. ദ്വിവചനാണെങ്കിൽ 2 ദ്വിവചനായിരിക്കണം. ഇനി അടുത്തത് ജെൻഡർ. ഒന്നാമത്തത് പുല്ലിംഗമാണെങ്കിൽ രണ്ടാമത്തത് പുല്ലിംഗായിരിക്കണം. ഒന്നാമത്തത് സ്ത്രീലിംഗാണെങ്കിൽ രണ്ടാമത്തത് സ്ത്രീലിംഗായിരിക്കണം. ഓക്കെ. അടുത്തത് ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ്. ഒന്നാമത്തെ നാമം അല്ലുള്ളതാണെങ്കിൽ രണ്ടാമത്തെ നാമം അല്ലുള്ളതാവണം. ആദ്യത്തെ നാമത്തിന് അല്ലില്ലെങ്കിൽ രണ്ടാമത്തെ നാമത്തിനും അല്ലുണ്ടാവരുത്.
മൂന്നാമത്തത് നൗൺ എൻഡിങ്, അതായത് ഒന്നാമത്തെ നാമത്തിന് എന്താണ് അവസാനത്തെ അടയാളം അത് തന്നെ ആയിരിക്കും രണ്ടാമത്തെ നാമത്തിന്റെ അവസാനത്തിന്റെ അടയാളം. അതായത് ഒന്നാമത്തെ നാമത്തിന് ലൊമ്മാണെങ്കിൽ അവസാനം ലൊമ്മ വേണം, രണ്ടാമത്തെ നാമത്തിനും അവസാനം ലൊമ്മ വേണം. ഒരേപോലെ. നാമത്തിന് തെൻവീനുള്ള ലൊമ്മാണെങ്കിൽ തെൻവീനുള്ളത് എപ്പോഴാ വരാ? അല്ലില്ലെങ്കിലാണ് തെൻവീനുള്ളത് വരാം. അങ്ങനെ ആകുമ്പോ അതിനും അങ്ങനെ തന്നെ സെയിം വരാം. അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടതും ഒരുപോലെ ആയിരിക്കണം, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആയിട്ട് ഇരിക്കണം. ഒരു കാര്യത്തിൽ ഈ 4 കാര്യത്തിൽ യോജിച്ച് വരണം, ഒന്നിലോ രണ്ടിലോ അല്ല, ഈ 4 കാര്യം ഒന്നിച്ച് എന്ത് ചെയ്യണം? യോജിച്ച് വരണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അവന്റെ കാര്യത്തില് ഒരു സെന്റൻസ് യോജിച്ച് വരണം. എന്ത് ജുംല 4 കാര്യത്തിൽ യോജിച്ച് വരണം എന്ന് പറഞ്ഞു. ജുംല അല്ല, നമുക്ക് വിശേഷണമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, അതായത് ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷണമാണ് രണ്ടാമത്തെ നാമം എങ്കിൽ മനസ്സിലാക്കാന് ഈ 4 കാര്യത്തിൽ എന്ത് ചെയ്യണം? രണ്ട് നാമം, ഒന്നാമത്തെ നാമം രണ്ടാമത്തെ നാമം യോജിച്ച് വരണം. അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും, നിങ്ങൾക്ക് ഇനി ക്ലാസ് പകുതി എത്തിയിട്ടാണ് വന്നതെങ്കിൽ ഈ റെക്കോർഡ് അയക്കുമ്പോൾ നല്ലോ കേൾക്കാം. ഓക്കെ, ശുക്രാൻ. ഓക്കെ. ജസാക്കല്ലാഹു ഖൈർ. വയ്യാക്കും. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ ക്ലാസ് നിർത്തല്ലേ? നേരത്തെ അയക്കണം കേട്ടോ മീസേ. അയക്കൂ, ഞാൻ പറയാം. റബ്ബന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫോണ് കയ്യിൽ നിന്ന് പോണേന് മുന്നേ ആക്കി, അല്ലെങ്കിൽ ഇപ്പൊ ഇതൊന്നും കിട്ടൂല. അതെ, ഓരോ റെക്കോർഡ് ചെയ്ത് അയക്കണ്ടേ, ഇത് സെറ്റ് ആക്കണ്ടേ, വീഡിയോ സെറ്റ് ആക്കണം, എന്നാലേ ലൈക്കാൻ. ഇങ്ങനെ നിക്കണേ സിന്റെ ക്ലാസ് ഉള്ളതുകൊണ്ടേ. മക്കളെ ചെറിയ മക്കളാ? അല്ല, ഓള് CA പഠിക്കണോണ്ടാണ് കിട്ടാത്തതേ. അങ്ങനെ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെറിയ മക്കളൊക്കെ നമ്മള് ഒതുക്കാലോ. ഞാൻ അയക്കാൻ പറയുന്നത്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.